നമ്മൾ ഇന്ന് മാരുതി ഡിസയറിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡിസയർ ഒരിക്കലും ഒരു പുതിയ വണ്ടിയല്ല. കാരണം ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ട് തന്നെ ഏകദേശം ഒരു വർഷത്തിന് മേലായി. സോ വൈ നൗ? ബിക്കോസ് ഡിസയർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസയറബിൾ സെഡാൻ ഇൻ ദ സെഗ്മെൻറ്റ്. മാരുതിയുടെ തന്നെ ഒരു മോഡൽസ് എടുത്ത് നോക്കുമ്പോൾ ഓവർ 2 lakhs വിറ്റുപോയ ഒരു വണ്ടിയാണ് ഈ ഡിസയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? കാരണം പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് നോക്കുമെങ്കിലും അതുപോലെ നമ്മൾ ടാക്സിയൊക്കെ വിളിക്കുമ്പോൾ കൂടുതലും നമ്മൾ കാണുന്നത് ഈ ഒരു ഡിസയർ വണ്ടിയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് എന്താണ്? പിന്നെ സർവീസ് കോസ്റ്റുകൾ എന്താണ്? പിന്നെ റൈഡ് കംഫോർട്ട് എങ്ങനെയൊക്കെയാണ്? അപ്പോൾ അങ്ങനെയുള്ള നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളൊരു ഡിസയർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് അതിൽ ശ്രദ്ധിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. വെൽക്കം ടു മോട്ടോർ മൈൻഡ്സ്. നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡിസൈൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്ക് ഒരുപാട് പരിചയപ്പെട്ട വണ്ടിയാണ്, റോഡ്സിൽ ഒരുപാട് കാണുന്ന വണ്ടിയാണ്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടികൾ എടുക്കുന്നവർക്ക് മെയിൻലി ആ ഒരു ലുക്സിനെക്കാട്ടിലും ഉപരി അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻസ് കൂടുതലും എടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഡിസൈന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പം അത് സബ്ജക്റ്റീവാണ്. എന്നിരുന്നാലും നമുക്ക് ഒരു ഓവറോൾ ഡിസൈൻ ഒന്ന് ഓടിച്ചു നോക്കാം. ഫസ്റ്റ്ലി ഇതിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ എന്നാണ് ഇതിന് മുമ്പത്തെ മോഡൽ വരെ വിളിച്ചിരുന്നതെങ്കിൽ ഇത് വന്നപ്പോൾ മാരുതി സ്വിഫ്റ്റ് മാറ്റി ഡിസയർ എന്ന് മാത്രമാക്കി. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ്, പേരിൻ്റെ ഡിഫറൻസ് ഫസ്റ്റ് അതിൻ്റെ ഡിസൈനിലും വന്നിട്ടുണ്ട്. കാരണം സ്വിഫ്റ്റിൻ്റെ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഫ്രണ്ട് ഈ ഒരു പ്രാവശ്യം വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്ലീക്ക് ഹെഡ്ലൈറ്റ്സ് ആണെങ്കിലും ഒരു ഹോറിസോണ്ടൽ ഒരു സ്ലാൻഡഡ് ആയിട്ടുള്ള ഗ്രില്ലൊക്കെ ആണെങ്കിലും ഒരു വൈഡർ അപ്പീൽ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പ് എൻഡിലൊക്കെ നമുക്ക് ഓഡിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ക്രിസ്റ്റൽ എലമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഭംഗിയാണ്. പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി മാരുതിയുടെ ഇഷ്ടപ്പെട്ട മോഡൽസിൽ 1-2 വരുന്ന ഒന്നാണ് ഈ ഡിസയർ എന്ന് പറയുന്നത്. പിന്നെ ഹയർ ട്രിംസിൽ ഈ ബമ്പറിൽ ഇവിടെ ഫോഗ് ലാംപ്സ് ഒക്കെ ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ അത് മാരുതിയുടെ ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഈ ടോപ്പ് എൻഡ് കംപ്ലീറ്റ്ലി ഒരു ന്യൂ ഏജ് മാരുതിയുടെ നല്ല ഒരു ഡിസൈനാണ്. ഈ സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ കഴിഞ്ഞ ഒരു ഡിസൈറിൽ നിന്ന് ഏറ്റവും മാറ്റം വരുന്നത് ഇവിടെയാണ്. കാരണം ഇതിന് മുമ്പത്തെ മോഡൽ വരെ സ്വിഫ്റ്റുമായിട്ട് ഏറ്റവും സാമ്യം ഉണ്ടായിരുന്നത് ഈ ഒരു സൈഡ് പ്രൊഫൈലായിരുന്നു. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്സ് കഴിഞ്ഞാൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്വിഫ്റ്റ് ഒരു കട്ട് ചെയ്ത ഹാച്ച് ബാക്ക് മോഡലാണെങ്കിൽ അതിലൊരു ഡിക്കി ബൂട്ട് സ്പേസ് വന്നിരിക്കുന്ന പോലെ ഒരു 2 door പ്ലസ് അറ്റാച്ച്ഡ് ഡിക്കി എന്ന് പറയുന്ന ഒരു ഷേപ്പ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊരു ഒഴുകി ഇറങ്ങുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ടുണ്ട്. നമുക്ക് ഏച്ചുകെട്ടലിൽ തോന്നുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഒരു 15 ഇഞ്ച് വീൽസ് ആണ്. അലോയ് വീൽസ് അല്ല, ടോപ്പ് എൻഡിലാണ് അലോയ് വീൽസ് വന്നിരിക്കുന്നത്. ഇത് താഴെയുള്ള മോഡലാണ്. അപ്പോൾ അതിൽ അലോയ് വീൽസ് വന്നിട്ടില്ല. വീൽസ് ഓക്കെയാണ്, ഈ സൈസ് ഓക്കെയാണ്. കുറച്ചും കൂടി ഒരു ഹയർ പ്രൊഫൈൽ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയെന്ന് ചിലപ്പോൾ നമുക്കൊരു കാണുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് മാരുതിയിലൊക്കെ സാധാരണ കാണുന്ന പോലത്തെ ഒരു ആക്സസ് സ്വിച്ച് ഇവിടെ ഇല്ല. അപ്പോൾ അത് നീറ്റായിട്ട് തന്നെ നല്ലൊരു നീറ്റ് പ്രൊഫൈലാണ്. ഡയമെൻഷൻസിലൊന്നും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല. സെയിം ഒരു 4 മീറ്റർ താഴെ വരുന്ന ഇത് സെഗ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ഹൈറ്റ് ഒരു 10 mm കൂടിയിട്ടുണ്ട്. അത് കൂടാൻ കാരണം ഈ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ്. സാധാരണ നമ്മൾ മറ്റേ ആ ഒരു ആൻറ്റിന നോർമൽ ആൻറ്റിന ആയിരുന്നു. ഇപ്പോൾ ഇതിൽ ഷാർക്ക് ഫിൻ, അതും ഒരു നല്ല ഒരു അഡീഷനാണ്. ആൻഡ് വീൽ ബേസും സ്വിഫ്റ്റുമായിട്ട് സെയിം ആണ്. 2450 mm വീൽ ബേസ് വരുന്നുണ്ട്. അതുപോലെ 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അത് കുറച്ച് കുറവാണ്. നമുക്ക് ഓടിക്കുമ്പോൾ നോക്കാം അത് എങ്ങനെയുണ്ട്, നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് ഓടിക്കുമ്പോൾ നോക്കാം. മൊത്തത്തിൽ ഈ ഒരു സി പില്ലർ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഡിസൈനൊക്കെ, ഒരു ടെയിൽ ലൈറ്റ്സ് ഒക്കെ ബാക്കിൽ ഇവിടെ അറ്റം വരെ വന്നിട്ടുണ്ട്. സോ അത് മൊത്തത്തിൽ ആ ഒരു സൈഡ് പ്രൊഫൈൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ലുക്കാണ്. ഇനി റിയർ സൈഡിലോട്ട് വരുമ്പോഴും ഒരു ക്ലാസ് ലുക്ക് തന്നെയാണ് നമുക്ക് റിയർ സൈഡിലും മാരുതി ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഒരു എലമെന്റ് എന്ന് പറയുന്നത് അതൊരു ട്രൈ ആരോ പാറ്റേണിൽ വരുന്ന ഒരു ടെയിൽ ലാമ്പാണ്. അപ്പോൾ അത് നമ്മളൊരു പ്രീമിയം വണ്ടികളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ആ ഒരു ട്രൈ ആരോ LED ലൈറ്റ്സ് വന്നിരിക്കുന്നത്. ആൻഡ് ഒരു എൻറ്റയർ വിഡ്ത്തിലെ ഒരു ക്രോം സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു സ്പോയിലറിൻ്റെ ലുക്ക് വരുന്ന ഒരു റിയർ സ്പോയിലർ പോലെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ടോപ്പ് മൗണ്ടഡ് ബ്രേക്ക് ലൈറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ആ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയുടെ ആ ഒരു ലുക്കും ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നിൽക്കുമ്പോൾ ആ ബൂട്ട് സ്പേസും കൂടെ ഒന്ന് കണ്ടു കളയാം. 392 liters ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 100 liters കൂടുതലാണ്. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് ഈ സെഗ്മെൻറ്റ് പറയുമ്പോൾ ഹോണ്ട അമേസ്, ഹ്യുണ്ടായി ഓറോ, പിന്നെ ടാറ്റ ടിഗോർ അങ്ങനെയുള്ള വണ്ടികളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ബൂട്ട് സ്പേസ് ഡിസയറിനാണ്.
പക്ഷേ അതിൻ്റെ ഒരു ഷേപ്പ് കൊണ്ടും അതിൻ്റെ ഒരു ഇത് ഡിസൈനൊക്കെ കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് ഇത് കൈ കൊണ്ട് കൊള്ളും. പിന്നെ അതുപോലെ നമുക്കൊരു സ്പേസ് സേവ് ആയിട്ടുള്ള ഒരു സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് കുറവാണ്, അതായത് R14 ഒരു സ്പെയർ വീലാണ് കൊടുത്തിരിക്കുന്നത്. വേറെ അമ്യൂണിറ്റീസോ ഹുക്സോ ലൈറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ടോപ്പ് എൻഡിൽ ലൈറ്റ് വരുന്നുണ്ട്. നമുക്കിന്ന് ഇൻറ്റീരിയറിൽ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡോറിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു നമുക്ക് ഡാഷ്ബോർഡിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ഇവിടെ ഡോർസിലും കൊടുത്തിട്ടുണ്ട്. അത് നീറ്റായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഇതുപോലെ നമ്മുടെ വിൻഡോ സ്വിച്ചസും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വെക്കാവുന്ന ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പീക്കേഴ്സും അവിടെ വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡോറ്. നമുക്കിനി കൂടുതൽ നോക്കാം. ഇന്റീരിയർ കയറുമ്പോൾ ടിപ്പിക്കൽ മാരുതിയുടെ ഡിസൈൻ തന്നെയാണ്. നമുക്ക് സ്വിഫ്റ്റുമായിട്ട് ഇപ്പോൾ എക്സ്റ്റീരിയറിൽ കുറേ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു, പക്ഷേ ഇന്റീരിയറിൽ ഒരു സിമിലാരിറ്റി ആണ് കൂടുതലും. എന്നാലും ഇവിടെ കുറച്ച് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡിഫറൻസസ് വരുന്നുണ്ട്. എസ്പെഷ്യലി ഒരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈനാണ്. പിന്നെ അതിൽ ഒരു ടെക്സ്റ്റേർഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോപ്പ് എൻഡ്സിലൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു വുഡ് ഫിനിഷൊക്കെ വരുന്നുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയാണ്. പ്ലാസ്റ്റിക്സ് ക്വാളിറ്റിയൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക്സും ഒക്കെ തന്നെയാണ്, പക്ഷെ കാഴ്ചയിലൊരു ഭംഗി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു എലമെന്റ് തന്നെ അവിടുന്ന് ഡോറിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അതും മൊത്തത്തിലൊരു നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. താഴത്തെ ഒരു മറ്റേ ഗ്ലോ ബോക്സിൻ്റെ ഒക്കെ ആ ഒരു ബീച്ച് കളർ തന്നെ വന്നേക്കുന്നത് കൊണ്ടും ആ ഒരു കളറിന്റെ തീമാണെങ്കിലും നല്ലതാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ മോഡൽ ഒരു 7 ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡ്രൈവ് ഡീറ്റെയിൽസും റേഞ്ചും കാര്യങ്ങളും ടൈമും മീഡിയ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ വരുന്നുള്ളൂ. ഇനി ടോപ്പ് എൻഡിൽ വരുമ്പോൾ ഡിസയറിൽ ഒരു ഫസ്റ്റ് ആണ് ഇനീഷ്യൽ ആയിട്ട് ഒരു 9 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്മാർട്ട് പ്ലേ പ്രോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. സുസുക്കി കണക്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സിസ്റ്റംസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ആഡഡ് ഫീച്ചറാണ്. പിന്നെ ഇവിടെ ആണെങ്കിലും ആ ഒരു വെർട്ടിക്കൽ സ്ലാൻഡഡ് ആയിട്ടുള്ള ഒരു എയർവെൻസ് വരുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടച്ച് കൺട്രോൾസ് ആണ് HVAC വരുന്നത്. അതും ആ ഒരു ടോഗിൾ സ്വിച്ചസും അതുപോലെ ഒരു ഫിസിക്കൽ ബട്ടൺസും ഒക്കെ വളരെ ക്വാളിറ്റി ഉണ്ട്. ശരിക്കും നല്ല കാണാനും ഒരു ഭംഗിയുണ്ട്, ക്വാളിറ്റിയും ഉണ്ട്. താഴെ വരുമ്പോൾ ഒരു 12 വോൾട്ടിന്റെ സോക്കറ്റ് ഉണ്ട്. പിന്നെ ഒരു ടൈപ്പ് A ആണ്. ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട്. ടോപ്പ് എൻഡ്സിൽ ഒരു വയർലെസ് ചാർജർ ഉണ്ട്. ഇവിടെ നമുക്കൊരു ട്രേ ആണ്, ജസ്റ്റ് ഒരു ഫോൺ വെക്കാനുള്ള ട്രേ ആണ്. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇതാണ് ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. AMT മോഡലാണ് ഈ വണ്ടി. ഇപ്പോൾ ഇതിൽ മാനുവലും പിന്നെ അതുപോലെ ഓട്ടോമാറ്റിക്കിൻ്റെയും ഓപ്ഷൻസ് ഉണ്ട്. അത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സെന്റർ ആംബ്രസ്റ്റ് ഇല്ല. ഇപ്പോൾ ഇതൊരു 10 ലക്ഷത്തിന് മേളിൽ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഡ്രൈവറിന് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ സെൻട്രൽ ആംബ്രസ്റ്റ്. അപ്പോൾ അത് ഇവിടെ ഒരു മിസ്സിംഗ് ആണ്. അല്ലാത്ത ഒരു സീറ്റൊക്കെ ആണെങ്കിലും വളരെ കുഷ്യനിങ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു കുഷ്യനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇതിൻ്റെ ഡിഫോൾട്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ബീച്ച് കളറാണ്. അതിൻ്റെ ഒരു ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും. അതല്ലാതെ ആ സീറ്റിൻ്റെ കംഫർട്ടും കുഷ്യനിങ്ങും നല്ല എടുത്ത് പറയേണ്ടത് തന്നെയാണ്, മികച്ചതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ സീറ്റ് കവർ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതാണ് സീറ്റിന്റെ കാര്യം. സ്റ്റിയറിംഗ് ആണെങ്കിൽ നമ്മൾ സാധാരണ മാരുതി വണ്ടികൾ കാണുന്ന സെയിം സ്റ്റിയറിംഗ് നമുക്ക് ഒരുപാട് പരിചിതമാണ്. ലൈറ്റർ സ്റ്റിയറിംഗ് ആണ്. എസ്പെഷ്യലി നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ ആ ഒരു ലൈറ്റ്നെസ് നമുക്ക് ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു റിലാക്സ്ഡ് ഡ്രൈവിങ്ങിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് ഈ ഒരു മോഡലിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ചെറിയ മീഡിയ കൺട്രോൾസ് കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. കോൾ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ടോപ്പ് എൻഡിൽ വരുമ്പോൾ ക്രൂസ് കൺട്രോളും മറ്റ് കാര്യങ്ങളും എല്ലാം ഈ ഒരു സൈഡിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയാനല്ല, ഒരു അനലോഗ് ക്ലസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. നടുക്കായിട്ട് ചെറിയൊരു MID ഡിസ്പ്ലേ ഉണ്ട്. അതിൻ്റെ അകത്ത് അത്യാവശ്യം റേഞ്ച്, ഗിയർ ഷിഫ്റ്റ്, ഗിയർ ലെവല്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും ഒക്കെ വന്നിരിക്കുന്നത് അനലോഗാണ്. അതും നോർമൽ പഴയ തന്നെയാണ്, പക്ഷെ അത് ഭംഗിയായിട്ടുള്ള ഒരു മോഡലാണ്. ഈ സൈഡിൽ വരുമ്പോൾ നമുക്കിവിടെ ടോപ്പ് എൻഡ്സിൽ ഈ പറഞ്ഞ 360 ഡിഗ്രിയുടെ ബട്ടൺസും അതുപോലെ മറ്റ് ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഓഫിന്റെയും പിന്നെ ഓട്ടോ ഹോൾഡിന്റെ ബട്ടൺസും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇന്റീരിയർ. സ്റ്റോറേജും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോറേജും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു അത്യാവശ്യം സ്പേഷ്യസ്നെസ് ആണ്. നമ്മൾ 2 പേര് ഇരിക്കുമ്പോൾ ഒരു വണ്ടി അധികം ഒരു വലിയ വീതിയുള്ള വണ്ടി അല്ലെങ്കിൽ പോലും നമുക്ക് അത്ര ഇങ്ങനെ ക്രാംഡ് ഫീലിംഗ് അല്ല. നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ള ഒരു വണ്ടിയാണ് ഇവിടെ.
ഈ റിയർ സീറ്റിൽ നമുക്ക് അത്യാവശ്യം ഫസ്റ്റ് ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു സ്പേഷ്യസ്നെസ് ആണ്. കാരണം നമ്മൾ ഒരു അത്യാവശ്യം ചെറിയൊരു വണ്ടിയാണ്. 2450 ആണ് അതിന്റെ വീൽ ബേസ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു നീ റൂമും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ 5 feet 5 inch ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഇതിലാണ് നമ്മുടെ ഡ്രൈവർ സീറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു നീ റൂമും ഹെഡ് റൂം ആണെങ്കിലും ഇവിടെ ഒരു സ്കൂപ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അത്യാവശ്യം ഹെഡ് റൂം കിട്ടുന്നുണ്ട്. സീറ്റ്സ് ആണെങ്കിലും ഞാൻ നേരത്തെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കുഷനിങ് ഒക്കെ അത്യാവശ്യം നല്ലൊരു കുഷനിങ് ആണ്. ഇതിൽ അപ്പോൾസ്ട്രി വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ബോൾ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. റിക്ലൈനിങ് ആംഗിൾ ആണെങ്കിലും അത്യാവശ്യം നല്ല അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, പക്ഷേ നമുക്ക് നല്ല രീതിയിലുള്ള റിക്ലൈനിങ് ഉണ്ട്. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 3 pointed ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ്സും വന്നിട്ടുണ്ട്. 3 പേർക്ക് അത്യാവശ്യം സുഖമായിട്ടിരിക്കാം. നമുക്ക് 2 പേർക്കാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. 3 പേർക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ലോങ് ഡ്രൈവ് ആണെങ്കിൽ പോലും കുഴപ്പമില്ലാതിരിക്കാം. പിന്നെ നമുക്കൊരു സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആണ്. ഫ്രണ്ടിൽ അത് മിസ്സിംഗ് ആണ്, പക്ഷെ ബാക്ക് സൈഡിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കാര്യം. പിന്നെ നമുക്ക് റിയർ AC വെൻസ് വരുന്നുണ്ട്. ആൻഡ് ഒരു ടൈപ്പ് എയും ടൈപ്പ് സിൻ്റെയും ചാർജിങ് പോർട്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് റിയർ സൈഡ് വരുന്നത്. എല്ലാം കൊണ്ട് ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ഡോർ സൈഡിലുള്ള പാറ്റേൺ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഒരു ഭംഗിയുള്ള ഡിസൈനാണ്. നമുക്ക് മൊത്തത്തിൽ ഒരു വിസിബിലിറ്റി ഗ്ലാസ് ഏരിയ ആണെങ്കിലും കുറച്ച് നല്ല വൈഡാണ്. ഇങ്ങനെ ടേപ്പേഡ് ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി പുറത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്രാംഡ് ഫീലിംഗ് അല്ല ഇവിടെ കിട്ടുന്നത്. നല്ലൊരു എയർനെസ് ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ്. ഇനി ടോപ്പ് എൻഡ് വേരിയന്റിൽ ഒരു സിംഗിൾ പെയിൻ ഒരു സൺറൂഫ് വരുന്നുണ്ട്, ഇതിലതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എയറും അല്ലെങ്കിൽ ആ ഒരു ലൈറ്റും അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇവിടെ ഇരിക്കാൻ നല്ല ഒരു കംഫർട്ടബിൾ ആണ്. ലുക്ക് വൈസ് സ്വിഫ്റ്റുമായിട്ട് സിമിലാരിറ്റീസ് കുറവാണെങ്കിലും എൻജിൻ സിമിലർ എൻജിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 1.2 ലിറ്ററിൻ്റെ 3 cylinder ഒരു Z12E എന്ന് പറയുന്ന എൻജിനാണ് അതിന് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഒരു പഴയ മോഡലിലേക്ക് 89 bhp ആയിരുന്നു ഔട്ട്പുട്ട് എങ്കിൽ ഇപ്പോൾ 82 ആണ്. അതുപോലെ 112 ടോർക്കുമാണ്. അതിൽ വരുന്നത് 5 സ്പീഡിൻ്റെ മാനുവലും 5 സ്പീഡ് AMT ഗിയർ ബോക്സും വരുന്നുണ്ട്. പിന്നെ ഒരു CNG ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻജിൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു അറിയാം മാരുതിയുടെ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ്. പിന്നെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു പവർ ഔട്ട്പുട്ട് കുറയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ ഒരു പവർ ഔട്ട്പുട്ട് കുറവാണ്, അതിൻ്റെ ഒരു പവർ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇനി ഈ ഒരു എൻജിൻ പ്രിഫർ ചെയ്യുന്നത് ഒരു റിലാക്സ്ഡ് ഡ്രൈവിംഗ് ആണ്. കാരണം നമ്മളൊന്ന് കാല് കൊടുത്താൽ കുഴപ്പമില്ല, വണ്ടി പെട്ടെന്ന് തന്നെ കയറുന്നുണ്ട്. സ്പീഡോമീറ്റർ ആണെങ്കിലും 100 ഒക്കെ ടച്ച് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ടച്ച് ചെയ്യും. പക്ഷെ നമ്മൾ ആ ഒരു എൻജിൻ്റെ ഒരു പവർ എടുക്കുന്നുണ്ടെന്നല്ല, വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഫീല് നമുക്ക് ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് വരുന്നത്. അതേസമയം നേരെ മറിച്ച് നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് വണ്ടി പോകാം. ഇനി ഹൈവേയിൽ ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു AMT ഗിയർ ബോക്സിന്റെ ഒരു വർക്കിങ്ങും മികച്ചതാണ്. കാരണം നമുക്ക് ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്കിപ്പോൾ ഒരു കാലിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു ഗിയർ ഡൗൺ ചെയ്തിട്ട് ആ ഒരു പുഷിങ് നമുക്ക് വേണ്ട ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ആവശ്യമുള്ളപ്പോൾ ഒരു പെപ്പിനെസ് ഉണ്ട്. എന്നാൽ ആ ഒരു നേരത്തെ പറഞ്ഞ ഒരു 89 bhp പഴയ മോഡൽ എഞ്ചിൻ കുറച്ചുകൂടി ഫൺ ടു ഡ്രൈവ് ആയിരുന്നു. അപ്പൊ ഇത് അത്രയില്ല, എങ്കിലും അത്യാവശ്യം രീതിയിൽ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്ന തന്നെ ഒരു വണ്ടിയാണ്. മാരുതി അതിൻ്റെ ഒരു സസ്പെൻഷൻ മികച്ച രീതിയിൽ ഒരു ട്യൂൺ ചെയ്തിട്ടുണ്ട്. കാരണം മാരുതിക്കാണ് ഏറ്റവും നമുക്ക് റോഡിനെ കുറിച്ച്, ഇന്ത്യൻ റോഡ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവിങ്ങിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ ഒരു എന്താ പറയുക, ആ ഒരു സസ്പെൻഷൻ ട്യൂണിങ്, ഒരു ഹാർടെക് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ട്യൂണിങ് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ നമുക്കറിയാം. ആ ഒരു റൈഡ് ആണെങ്കിലും ഹാൻഡ്ലിംഗ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം കോർണറിംഗ് ഒക്കെ എടുത്ത് പോകുമ്പോഴും നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ ആ ഒരു കുഷനിങ്ങും എല്ലാം ഉള്ളത് കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ലൈറ്റ് ഫീലിംഗ് കാരണം നമുക്ക് മൊത്തത്തിലൊരു പ്രത്യേകിച്ച് സിറ്റി ഡ്രൈവിംഗ് ഈസിയാണ്. ഇനി ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ് റിയർ സൈഡ് ഒന്നും ഡിസ്ക് ബ്രേക്ക് അല്ല, ഫ്രണ്ടിൽ മാത്രമാണ് ഡിസ്ക് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് കുറച്ചും കൂടി ഒരു പവർ കൊടുക്കാമായിരുന്നെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരു സ്പീഡിലൊക്കെ പോയിട്ട് ഒരു സഡൻ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സമയത്ത് നമുക്ക് അത്ര ഒരു കോൺഫിഡൻറ്റ് ബ്രേക്കിങ്ങിൽ വരുന്നില്ല. കുറച്ച് ഫൈനൽ വേർഡിക്റ്റ് എന്താണ്? ഒരു ഡിസയർ എന്തുകൊണ്ട് നമ്മൾ നേരത്തെ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഡിസയർ നമ്മൾ കൂടുതൽ നിരത്തുകളിൽ കാണുന്നു, അതുപോലെ ടാക്സി ഒക്കെ വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസയർ കാണുന്നു. അപ്പോൾ എന്താണെന്ന് ഉള്ളത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് ആണ്.
ഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിലയബിൾ എഞ്ചിനാണ്. അതായത് ആ ഒരു Z12E എന്ന് പറയുന്ന ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള മാരുതിയുടെ എഞ്ചിനാണ്. അത് വളരെ റിലയബിൾ ആണ്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് തന്നെയാണ്. കാരണം പാർട്സ് എല്ലാം ചീപ്പായിട്ട് അവൈലബിൾ ആണ്. സർവീസ് നെറ്റ്വർക്ക് ആണെങ്കിലും മാരുതിയുടെ നമുക്കറിയാം ഇന്ത്യ മുഴുവനും ആ ഒരു മാരുതിയുടെ സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്സ് അവൈലബിൾ ആണ്, സർവീസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഒരു റൈഡ് കംഫർട്ടാണ്. നമുക്ക് റിയർ സീറ്റിലാണെങ്കിലും ഒരു അത്യാവശ്യം നല്ല സീറ്റ്സ് ആണ്, കുഷനിങ് ആണ്, റിക്ലൈനിങ് ആംഗിൾ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റൈഡ് കംഫർട്ട് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എഫിഷ്യൻസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു പവർ ഡൗൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു എഫിഷ്യൻസിയാണ്. മാരുതി പറയുന്നത് 24 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു എഫിഷ്യൻസി പറയുന്നത്. CNGയിലാണെങ്കിൽ അപ് ടു 33 കിലോമീറ്റേഴ്സാണ്. നമുക്കൊരു റിയർ വേൾഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എബവ് 14 ഒക്കെ സിറ്റിയിലും ഒരു ഹൈവേയിൽ ഒരു 19 കിലോമീറ്റേഴ്സൊക്കെ എബവ് ഒരു 20 കിലോമീറ്റേഴ്സ് അറൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമുക്കൊരു ഫാമിലി ഓറിയൻറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഫ്ലീറ്റ് സർവീസിനൊക്കെ ആണെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.